ഹായ് ഹലോ. ഇന്ന് ഞാൻ ക്ലിനിക്കിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് ഞങ്ങളുടെ യൂണിഫോം കേട്ടോ. രാവിലെ ഒരു കൂട്ടം പണികളൊക്കെ കഴിഞ്ഞിട്ട് പൊക്കൊന്ന് ലെവലായി സെറ്റായി റെഡിയായിട്ട് ഞാൻ ക്ലിനിക്കിക്ക് പോകാനുള്ള അടുത്ത തയ്യാറെടുപ്പിലാണ്. മുടിയൊക്കെ ഞാൻ നേരത്തെ കെട്ടി വെച്ചു. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ കുറച്ച് പൗഡറും ഒരു പൊട്ടൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ ഞാൻ സാധാരണ പോവാറ്. അധികം ഒന്നും പരിപാടിയൊന്നും എനിക്കില്ല. എല്ലാം കഴിഞ്ഞ് സെറ്റായി. പിന്നെ ഞാൻ ചോറൊക്കെ ആക്കി, മുരിങ്ങക്കറിയും പരിപ്പുമായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ആക്കി റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. ഏട്ടൻ പൊറോട്ട കൊടുക്കുന്നുണ്ടായിരുന്നു, ചപ്പാത്തി അല്ല കേട്ടോ, പൊറോട്ട കൊടുക്കുന്നുണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അപ്പോൾ കുടിച്ച് റെഡിയായി. അതിനുശേഷം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. രാവിലെ കുട്ടികൾ ഒക്കെ ഇങ്ങോട്ട് പരത്തി വെച്ചിട്ടുണ്ടാവും. ആ ടൈമിൽ എണീറ്റിട്ട് റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്നും ശരിയാക്കില്ല. പോകാൻ നേരത്താണ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി തട്ടിക്കൂട്ടി റെഡിയാക്കി വെക്കുക. അപ്പോൾ വേഗം പുതപ്പും എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ മടക്കി വെക്കേണ്ടതൊക്കെ മടക്കി വെച്ചു. പിന്നെ കുട്ടികളുടെ തുണികളൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആവുകൊണ്ട് അധികം ഒന്നും ഉണങ്ങില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം അവർ കൊട്ടയൊക്കെ ഉണ്ട് അതിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അലക്കി കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ട്, അതൊക്കെ അലക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ നേരത്തെ ഞാൻ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മുടി കെട്ടൽ ഞങ്ങൾക്ക് വലിയൊരു പണിയാണ്. അത് ലച്ചുവിനെ ഇതാക്കിയാൽ തന്നെ ലച്ചു തുടങ്ങി വെച്ചു. ലച്ചു ഭയങ്കര കരച്ചില്ല മുടി കെട്ടുന്നതിന്, ഒന്നിനും അയക്കില്ല. രണ്ടുപേരും ഭയങ്കര വാശിയാണ്. അത് കഴിഞ്ഞിട്ട് പാറുട്ടിക്കും തൊടാൻ അയക്കില്ല. പാറുട്ടി ഊന്ന് പറയും, മുടി അങ്ങ് പറിച്ചെടുത്തോ, എൻ്റെ മുടിയൊക്കെ പറിച്ചെടുത്തോ എന്നൊക്കെ ചോദിക്കുക അവൾ. എന്നിട്ട് അങ്ങോട്ട് കരഞ്ഞ് പൊളിക്കും. ഷിൻചാൻ്റെ എന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ, ഷിൻചാൻ എന്നിട്ട് അതിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം മുടിയൊക്കെ ചീന്തി കെട്ടി. അവർ കരഞ്ഞാലും വേണ്ടില്ല വെച്ചാൽ ഞാൻ വേഗം മുടിയൊക്കെ ചീന്തി കെട്ടും. ഇവരുടെ സമയമല്ലല്ലോ, വേഗം കെട്ടണം. പിന്നെ വൈകുന്നേരം വരുമ്പോഴേക്കും ചപ്പറായിട്ട് നിൽക്കും. ചപ്പറ മീൻസ് മുടിയൊന്നും കെട്ടാണ്ട് ആകെ അലക്കൊലായിട്ട് നിൽക്കും. അമ്മേനെ ഒന്നും അയക്കില്ല അവർ മുടി കെട്ടാനേ. അവൾ കരച്ചിലൊക്കെ കെട്ടിട്ട് എന്താണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് വരികയാണ്. വേഗം ഞാൻ അവർക്ക് പൗഡറൊക്കെ ഇട്ടെടുത്ത് പൊട്ടൊക്കെ എടുത്ത് സെറ്റാക്കി റെഡിയാക്കി. എന്നിട്ട് ഞാൻ വേഗം ഓരോ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ ക്ലിനിക്കിക്ക് വന്നു. പേങ്ങാട്ട് സ്ഥലങ്ങളുടെ മുകളിലാണ് ക്ലിനിക്കുള്ളത്, ഡെൻ്റൽ ക്ലിനിക്കാണ്. അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കേട്ടോ. ഒക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ക്ലിനിക്കിക്ക് എത്തിക്കുന്ന സമാധാനം. ഇന്നൊന്ന് കുറച്ച് നേരം ഇരുന്ന്